നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നയതന്ത്ര സൂചനകൾ പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധാവസ്ഥയും ആണവ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ദീർഘകാല സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും നേരിട്ടോ പരോക്ഷമായോ ചർച്ചകൾക്ക് തയ്യാറാകുന്നുവെന്ന വാർത്തകൾ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഭരണകൂടം വീണ്ടും ഡിപ്ലോമാറ്റിക് വഴികൾ പരിശോധിക്കുമ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളും അത്രമേൽ പ്രാധാന്യമാർന്നതാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ ഉപരാഷ്ട്രപതി JD വാൻസിനെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ മുൻഗണന നൽകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മുൻപ് ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ജാരഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയ നേതാക്കളോട് വിശ്വാസമില്ല എന്ന വിലയിരുത്തലാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ ശക്തമാകുന്നതിനിടെ ഡൊണാൾഡ് ട്രംപിനെയോ ഭരണകൂടത്തിലെ മറ്റ് അംഗങ്ങളെക്കാൾ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ചർച്ചകൾ നടത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ US-നെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. തികച്ചും അനൌദ്യോഗികമായാണ് ഈ സന്ദേശം എത്തിയതെന്നും US സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫോ ജാരഡ് കുഷ്നറോ നയിക്കുന്ന ചർച്ചകൾ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് ഇറാനിയൻ പ്രതിനിധികൾ സൂചിപ്പിച്ചതായും CNN റിപ്പോർട്ട് ചെയ്തു. മുൻപ് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതും ശത്രുത ആരംഭിച്ചതും വിശ്വാസക്കുറവുണ്ടായതുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വാൻസ് യുദ്ധം അവസാനിപ്പിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നതും ഭരണകൂടത്തിലെ മറ്റു ചിലരെ അപേക്ഷിച്ച് സംഘർഷം നയതന്ത്രപരമായി അവസാനിപ്പിക്കുന്നതിന് വാൻസ് കൂടുതൽ അനുകൂല നിലപാട് കാണിക്കുന്നതും ഇറാനെ വാൻസിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് പ്രേരകമാകും. അതേസമയം നേരിട്ടുള്ള ചർച്ചകൾ വാൻസിന് അപകടം വരുത്തിയേക്കാം എന്നാണ് വിലയിരുത്തൽ. കാരണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഉടമ്പടിയിൽ എത്തുന്നത് സങ്കീർണവും രാഷ്ട്രീയപരമായും സംവേദനക്ഷമതയുള്ളതുമായിരിക്കും. ചർച്ചകളിൽ US-നെ പ്രതിനിധീകരിക്കുന്നത് ആരായിരിക്കുമെന്ന അന്തിമ തീരുമാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതാണ് എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിച്ച് പറഞ്ഞത് US ചർച്ചാ ടീമിനെ ട്രംപ് മാത്രമാണ് തീരുമാനിക്കുക എന്നാണ്. വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വിറ്റ്കോഫ്, കുഷ്നർ എന്നിവരുൾപ്പെടെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ വിശാലമായ നയതന്ത്ര ശ്രമങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ലെവിച്ച് പറയുന്നു. വെടിനിർത്തലിനെ ചുറ്റിപ്പറ്റിയുള്ള നയതന്ത്രപരമായ പ്രവർത്തനങ്ങൾ സമീപ ദിവസങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനം പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ US ഇറാനിയൻ പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും തുടർച്ചയായുള്ള ശത്രുതയും ഇരുപക്ഷവും തമ്മിലുള്ള ആഴത്തിലുള്ള അവിശ്വാസവും കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന കാര്യത്തിൽ സംശയവും നിലനിൽക്കുന്നുണ്ട്. യുദ്ധം തുടരുന്നതിനിടയിലും കൂടുതൽ സൈന്യത്തെ US പശ്ചിമേഷ്യയിലേക്ക് അയച്ചുകൊണ്ടിരിക്കെയാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നത്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം US-മായി നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. മുൻപ് ഒമാൻ, ജനീവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷവും യാതൊരു അന്തിമ ധാരണയും കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്കുള്ള വഴിക്ക് പകരം നയതന്ത്രപരമായ പരിഹാരം തേടുന്നുണ്ടെങ്കിലും തമ്മിലുള്ള അവിശ്വാസം ഇപ്പോഴും വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാൻ തിരഞ്ഞെടുത്ത മുഖം JD വാൻസ് ആകുമ്പോൾ അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും? ഈ നീക്കം സമാധാനത്തിനുള്ള വാതിൽ തുറക്കുമോ അതോ പുതിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നത് ഇനി കാണേണ്ടതാണ്.